അല്ല, പൊതുവേ ഇന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെഡ് അലർട്ടാണ്. അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഴ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണും ചവിടുമില്ലാത്ത മഴയാണ് ഇവിടെ പെയ്യുന്നത്. അതുമാത്രവുമല്ല, കടൽ തീരത്ത് വീഡിയോ എടുക്കാൻ പറഞ്ഞാന്ന് അവിടെ നോക്കുമ്പോഴെന്ന് പറഞ്ഞാൽ തിരമാലയോട് തിരമാല എന്നാൽ പേടിച്ചിട്ടാണ് ഇവിടെ ഈ കാറിൻ്റെ ഉള്ളിൽ ഇവിടെ വന്നിരിക്കുന്നത്. കാറ്റ് നല്ലോണം അടിക്കുന്നുണ്ട്. അപ്പോൾ എന്തെങ്കിലും പൊട്ടിയിട്ട് തലയിൽ വീണ്ട, കാരണം കുറേ തെങ്ങലുള്ളതാണ് ഇവിടെ. അതുകൊണ്ടാണ് ഈ കാറിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഇരുന്നിട്ട് ഇന്നൊരു വീഡിയോ ചെയ്യാം എന്ന് വിചാരിച്ചത്. കാരണം ഇത് നിങ്ങളോട് പറയാതിരിക്കാൻ എനിക്ക് കഴിയില്ല. അതായത് ചില മരണങ്ങൾ ഇല്ലെങ്കിൽ ചില അപകടങ്ങൾ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സ് എന്താണെന്നറിയില്ല, ഒരു സന്തോഷം ഉണ്ടാകും. അതങ്ങനെ എൻ്റെ മനസ്സ് അങ്ങനെയാണ്. നിനക്കെന്താണോ അഫാനോട് ഇത്ര ദേഷ്യം എന്നൊന്നും പറഞ്ഞിട്ട് ആരും ഇവിടെ വരണ്ട. ഞാൻ എൻ്റെ അഭിപ്രായമാണ് പറയുന്നത്. അഫാൻ്റെ ഒരു കാര്യങ്ങൾ കേൾക്കുമ്പോൾ, അവൻ എന്തെങ്കിലും പറ്റിയെന്ന് കേൾക്കുമ്പോൾ, ഇല്ലെങ്കിൽ അവൻ ഇതുപോലെ ചെയ്തു എന്ന് കേൾക്കുമ്പോൾ എനിക്ക് കുറച്ച് സന്തോഷമുണ്ട്. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ മരണപ്പെട്ടവരുടെ കൂടെയാണ്. അല്ലാതെ എനിക്കൊരിക്കലും ഈ അഫാൻ്റെ കൂടെ നിൽക്കാൻ പറ്റൂല. അഫാനയുടെ എന്താണ് ബാങ്ക് മാനേജർ ഓനെ എന്തോ ചെയ്തു എന്നോ, അല്ലെങ്കിൽ ബാങ്ക് മാനേജർ ഓനെ മറ്റേ മൂക്കിൽ കയറ്റിക്കളിയെന്ന് പറഞ്ഞിട്ടാണ് ഓന് 5 പേരെയും കൊലപ്പെടുത്തിയത് എന്നൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വിശ്വസിക്കത്തില്ല. ഞാൻ അങ്ങനെ മണ്ടനുമല്ല. അതായത് അഫാൻ പറയുന്നത് മാത്രം കേട്ടിട്ട് ആണോ റമനെ, ആണോ അങ്ങനെയാണോ? അവർ നിന്നെ ഒരുപാട് ബുദ്ധിമുട്ടിച്ചല്ലേ? അതുകൊണ്ടാണ് നീ ആ വല്യമ്മച്ചിയുടെ തലക്കടിക്കാൻ കാരണം? അവർ ബുദ്ധിമുട്ടിച്ചോ? മാറി തന്നില്ല? അയ്യോ, മറ്റേ ലത്തീഫ പൈസ ചോദിച്ചു. നിങ്ങളോട് പൈസ നിങ്ങൾക്ക് തന്നു. തിരിച്ചു ചോദിച്ചപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള മനുഷ്യന്മാരെ ഇങ്ങനെയൊന്നും നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റൂല. ആ സന്തോഷം എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞല്ലോ, ഇനിയിപ്പോൾ എന്നെ ആരെന്ത് പറഞ്ഞു കഴിഞ്ഞാലും വേണ്ടിയില്ല, അയ്യോ അഫാന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം, ഇതൊന്നും എനിക്ക് പറയാൻ കഴിയില്ല. ഞാൻ പറഞ്ഞു വരുന്നത് വേറെ ഒന്നുമല്ല. ഇന്ന് 11 മണിയോട് കൂടിയിട്ടാണ് നമ്മുടെ അഫാൻ ഉണ്ടല്ലോ എപ്പോഴും ചെയ്യുന്നത് പോലെ തന്നെ മറ്റേ നാടകം ഉണ്ടല്ലോ, ഈ മരിക്കാൻ വേണ്ടി നോക്കുന്നൊരു നാടകം, അത് ഇന്നും നടത്തി എന്നാണ് കേൾക്കുന്നത്. എന്തൊക്കെ ആയിക്കഴിഞ്ഞാലും ഉദ്യോഗസ്ഥരപ്പാട് വാതിലൊക്കെ തല്ലിപ്പൊളിച്ച് അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ഇവനെ കയറി ആശുപത്രിയിൽ കൊണ്ടുപോയിട്ടുണ്ട്. ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലായിട്ടുള്ളതെന്നാണ് പറയുന്നത്. ഏതായാലും എല്ലാവരും പറയുന്ന പോലെ അതങ്ങ് കഴിഞ്ഞ് കിട്ടിയിട്ടുണ്ടെങ്കിൽ വലിയ സമാധാനം തന്നെയായിരുന്നു. ഉള്ള കാര്യം എന്താ പറയുന്നതിന്, അതിനെ കാണുമ്പോൾ തന്നെയില്ലേ എനിക്ക് എന്താണെന്നറിയില്ലായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇപ്പോഴൊരു 2 ആൾക്കാരെ കാണുമ്പോഴാണ് എനിക്ക് ഇങ്ങനെ തോന്നുന്നത്. ഒന്ന് ഈ അഫാൻ എന്ന് പറയുന്നവനെയും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ആ ഒരു 3.5 വയസ്സുകാരിനെ ഇത് ചെയ്തില്ലേ, ആ നാറികളെയും ഇവറ്റകൾ 2നെ കിട്ടി എൻ്റെ കൺമുമ്പിൽ കാണരുത് എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. കാരണം ഞാൻ എന്തെങ്കിലും കൈ ഇങ്ങനെ പിന്നെ അറിയാണ്ട് ഇങ്ങനെ കൂട്ടുമുട്ടി പോകുമായിരുന്നു. അങ്ങനെയുള്ളൊരു അസുഖം എനിക്കുണ്ട്. അപ്പോൾ എന്തൊക്കെ ആയിക്കഴിഞ്ഞാലും നമ്മുടെ അഫാൻ അങ്ങനെ ഇന്നും ആ നാടകം തുടർന്നു എന്നാണ് പറയുന്നത്. ഉദ്യോഗസ്ഥന്മാർ വിടും, അവർക്കിനെ രക്ഷിക്കാതിരിക്കാൻ പറ്റൂല, ഇല്ലെങ്കിൽ അവരെ ജോലി പോവേ. അവർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എങ്ങനെയെങ്കിലും എന്താ പറയേണ്ടത്, മാസം ശമ്പളം മേടിക്കേണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ അവരെന്ത് ചെയ്യും എന്ന് പറഞ്ഞാൽ അവരപ്പാടൻ എന്ന് പറഞ്ഞാൽ ഇതിനെ പിടിച്ചിട്ട് പിന്നെ നേരെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. കാരണം എന്താണെന്ന് വെച്ചാൽ ഇല്ലെങ്കിൽ അവർക്ക് ഇതല്ലേ, അവർക്ക് പ്രശ്നമല്ലേ. കാരണം ഇവൻ എന്ത് വന്നു കഴിഞ്ഞാലും അവർ ഉത്തരം പറയേണ്ടി വരും. അതാണ് നിങ്ങൾ ആലോചിക്കേണ്ടത്. പക്ഷെ ഇവൻ ഈ നാടകം എന്ന് പറഞ്ഞാൽ ഇവൻ എല്ലാവരോടും പറയുന്നൊരു വാക്കും പറയുന്ന ഞാൻ മരിക്കുന്നു. പൊന്നു ചങ്ങാതിമാർ, ഒരു കാര്യം ഇവന് ചെയ്തുകൂടെ എന്ന് വന്നാൽ ആദ്യം തന്നെ ഇവനിത് ചെയ്താൽ പോരെ. ഇവൻ എന്തിനാണോ ആ കൊച്ചു കുഞ്ഞിനെയും അതുപോലെ തന്നെ ആ വല്യമ്മച്ചയെയും ആ ഒന്നും അറിയാതെ പെൺകുട്ടി അതിൻ്റെ അച്ഛൻ എങ്ങനെയോ വളർത്തുന്നതാണ് അതിനെയൊക്കെ എന്തിനാണോ വെറുതെങ്കിൽ ഇവൻ ഇത് ചെയ്തത്. അതുപോലെ തന്നെ ആ വയസ്സായ 2 പേര് ലത്തീഫും മറ്റേ അവരുടെ ഭാര്യയും എന്തൊരവസ്ഥ, എന്നാൽ ഇവൻ തന്നെ ആദ്യം അയ്യോ എനിക്ക് കടക്കാരെ പേടിച്ചിട്ട് നിൽക്കാൻ 23 വയസ്സായി, എനിക്കാണെങ്കിൽ വേർപ്പിൻ്റെ അസുഖമാണ് എന്ന് പറഞ്ഞാൽ അങ്ങ് ചെയ്താൽ പോരെ. അല്ലെ ഇനി ഇവൻ പറയുന്നത് എന്താ, കുടുംബത്തോടെ കൂടിയിട്ട് ഞാൻ ചെയ്യാൻ നോക്കിയതാണ്, എന്നാൽ പിന്നെ അത് ചെയ്താൽ പോരെ. എന്തിനാണോ മറ്റുള്ളവർ ഇവൻ ഇത് കൂട്ടിയത്? അതാണ് ഞാൻ ആലോചിക്കുന്നത്. അപ്പോൾ ഇവൻ്റെ ഈ നാടകം ഉണ്ടല്ലോ, അതായത് ഞാനിത് ചെയ്യുന്നു, ഇവനത് ചെയ്യും, ഇവന് വേറെ അവസ്ഥ, ഇവന് വേറെ ഒരു ഇതുമില്ലല്ലോ ഇനി. കാരണം ഇനിയിപ്പോൾ ജീവിക്കല്ലെന്ന് പറഞ്ഞ് ഇതിൻ്റെ ഉള്ളിലായിരിക്കും. അതിൻ്റെ ഉള്ളിൽ ജീവിച്ചാൽ എന്ത് ചത്താൽ എന്ത് എന്ന പോലെയാണ് ഇവൻ്റെ കാര്യം. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഏകാന്ത തടവാന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് ഇവൻ്റെ കൂടെ വേറെ ആരുമില്ല, എല്ലാവർക്കും പേടിയുണ്ടാവും. കാരണം ഇവൻ എന്തെങ്കിലും എടുത്തിട്ട് രാത്രി തലക്കടിച്ചാലോ എന്ന്. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞ് ഇവൻ ഏകാന്ത തടവിൽ ഈ 24 മണിക്കൂറും എനിക്ക് തോന്നുന്നു ഇവനെ ഇങ്ങനെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കലായിരിക്കും. അതായത് അപ്പീടാൻ വേണ്ടി പോകുമ്പോഴും ചിലപ്പോഴും പോലീസുകാർ നിരീക്ഷിച്ചുകൊണ്ടിരിക്കും എന്നാണ് പറയുന്നത്. അപ്പം അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് ഇവൻ എങ്ങനെയെങ്കിലും ഒന്നുകിൽ ഇവന് പുറത്തിറങ്ങാനുള്ള മോഹം ഉണ്ടാകും, ഇല്ലെങ്കിൽ ഒന്ന് പുറത്തൊന്ന് കറങ്ങിയിട്ട് വരാം, ഇല്ല ആശുപത്രിയിലാവുമ്പോഴൊരു പുറം ലോക ടച്ചപ്പ് ഉണ്ടാവുമല്ലോ, അതിന് വേണ്ടിയിട്ടും ഒക്കെ ആയിരിക്കും എനിക്ക് തോന്നുന്നത് ഇമാതിരി തോന്നിയവാസം കാണിച്ചത്. ഏതായാലും ആ ഉമ്മിയുപ്പിയും രക്ഷപ്പെട്ടു എന്ന് ഞാൻ പറയുള്ളൂ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഈ പ്രാക്ക് മുഴുവൻ കേൾക്കുന്നത് അവരാണ്, അവർക്കാണ് ഈ പ്രാക്ക് മുഴുവൻ പോകുന്നത്. അപ്പോൾ ഏതായാലും ഇതിൻ്റെ ശല്യങ്ങൾ തീർന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക്
ഇനിയും ഒരു നല്ലൊരു ജീവിതം നയിക്കാമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അതായത് ഈ ബാപ്പയാണെങ്കിൽ ഇനി ഗൾഫിലൊന്നും പോയിട്ട് വലിയ കാര്യമൊന്നുമില്ല. അതുപോലെ തന്നെ വീടിൻ്റെ കാര്യം ഇനി നോക്കാനേ വേണ്ട, കാരണം വീട് അവർ കൊണ്ടുപോയിക്കോളും. അതിനി ആരും വാങ്ങിക്കത്തുമില്ല എന്ന് നമുക്കറിയാം. അപ്പോൾ അത് ബാങ്കുകാർ എന്നാ വേണ്ടതെന്ന് വെച്ചാൽ അവർ കൊണ്ടുപോയിക്കോളും. അപ്പോൾ ഏതായാലും ബാപ്പക്കാണെങ്കിൽ ഇപ്പോഴും ഉമ്മക്കും എന്ന് പറഞ്ഞാൽ വീട് നമ്മളെ കണ്ടെന്നായരുണ്ടല്ലോ, അങ്ങേര് എടുത്തു കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങേര് അങ്ങനെയാണല്ലോ, സ്വന്തം സ്റ്റാഫായ മറ്റേ നമ്മളെ ഇവനുണ്ടല്ലോ, ആര് കൊല്ലസുതി മരിച്ചു. അപ്പോൾ വേറെ ആളെ സ്പോൺസർഷിപ്പ് ഇങ്ങനെ അന്വേഷിച്ച് നടന്ന ശ്രീകണ്ഠൻ നായർ ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഫാൻ്റെ ഉമ്മക്ക് വീട് വെച്ച് കൊടുക്കാൻ അയാൾക്ക് ഒരു പ്രഖ്യാപനവും നടത്തേണ്ടി വന്നില്ല, പെട്ടെന്ന് തന്നെ അങ്ങ് കയറി പറഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ എന്തൊക്കെ ആയിക്കഴിഞ്ഞാലും അവർക്കെന്ന് പറയുന്നത് സംരക്ഷണം അങ്ങനെ കിട്ടും. അങ്ങനെ ഈ അഫാൻ എന്ന് പറയുന്നവൻ പിന്നെ ഇനിയിപ്പോൾ തീർന്നു കഴിഞ്ഞാൽ ഇവർക്ക് അതുകൊണ്ട് മനസമാധാനമായിട്ട് ഉറങ്ങാം. അതാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചില ആൾക്കാർ, അതായത് ഈ വാർത്താ അവതാരകർ ഒക്കെ ഞാൻ ശ്രദ്ധിച്ചപ്പോഴേ അവർക്കെന്തോ ഒരു വിഷമം പോലെയുണ്ട്. അതായത് ചില വാർത്താ അവതാരകന്മാർക്ക് എന്താ വെച്ചാൽ, അയ്യോ ഇനി അഫാൻ്റെ കേസിലാൻ നമുക്ക് പറ്റില്ലേ, അയ്യോ അഫാൻ അങ്ങനെ ചെയ്യേണ്ടതായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, അതായത് അഫാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഫാനെ വെളുപ്പിക്കാനും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ അഫാനെ നല്ലവരാക്കാനും പിന്നെ എല്ലാത്തിനും കുറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരാണ് പൈസ കടഞ്ഞു ചോദിച്ചത്, ആ ചെറുക്കനെ ബുദ്ധിമുട്ടിച്ചത് എന്നുള്ള തരത്തിലായിരുന്നല്ലോ ഇതിൻ്റെ പോക്ക്. അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്തു കൊണ്ടുവന്നതും ഇല്ലെങ്കിൽ അതവിടെ നിർത്തിച്ചതൊക്കെ കുറേ ആൾക്കാർ വേറെ നമ്മളെപ്പോലെയുള്ള കുറേ ആൾക്കാർ തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവനൊന്നും ഇതൊന്നും കൊടുക്കണ്ട. ഈ പഴയ നമ്മുടെ ഈ പോലീസുകാർ ഉപയോഗിക്കുന്ന ഒരു സംഭവമില്ല, ഇപ്പോൾ എടുത്തു കളഞ്ഞ് എന്നാൽ രണ്ടാം മുറയാ എത്ര 5-ാം മുറ എന്നാലും മറ്റെന്തെങ്കിലും ഒരു സാധനം ഉണ്ട്, അതെല്ലാം ഒന്ന് തിരിച്ചു കൊണ്ടുവരണം. ഇവനെ പോലെയുള്ള നാരികൾക്ക് ഇവനെ പോലെയുള്ളതും പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു 3.5 വയസ്സുകാരിയെ ചെയ്ത് അവനൊക്കെ വേണ്ടിയിട്ട് അതൊക്കെ ഇങ്ങ് തിരിച്ചു കൊണ്ടുവരണം. ആണ് ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ പിന്നെ എന്താ പറയേണ്ടത്, അതിൻ്റെ ഉള്ളിൽ കിടന്നിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങ് ചെയ്യട്ടെ. വെറുതെ എന്തിനാ നാട്ടുകാരെ ഈ നികുതി പണം കൊടുത്തിട്ട് ചെലവും ഇവനൊക്കെ കൊടുത്തിട്ട് എന്തിനു വളർത്തുന്നത്? അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഒരുപാട് പേരുടെ ശാപമുണ്ടോ, അതാണ് ഒരുപാട് പേരുടെ ശാപം. ഇപ്പോൾ ഈ ചെറുക്കനുണ്ട്, അവൻ അമ്മാതിരി പരിപാടിയല്ലേ, അമ്മാതിരി തൊട്ടിത്തരല്ലേ, ഒരു കാലത്ത് നമുക്കൊന്നും മറക്കാൻ കഴിയില്ല. അമ്മാതിരി ചെയ്ത്താണ് ചെയ്തിരിക്കുന്നത്. മറ്റുള്ളവർക്കൊന്നും നിങ്ങൾ ആലോചിച്ച് നോക്കണം. അതായത് ഒരു കുടുംബത്തിലെ ഒരുത്തനിങ്ങനെ തലതിരിഞ്ഞ് പോയി കഴിഞ്ഞാൽ ഞാനിപ്പോഴും വിശ്വസിക്കുന്നത്, കാരണം ഈ ഉമ്മാക്ക്, അതായത് ഉമ്മ നല്ല പിള്ളേ ചമയേണ്ട ഇതൊന്നുമില്ല, ഉമ്മ നല്ല രീതിയിൽ ഈ പയ്യനെ സംരക്ഷിച്ചുകൊണ്ടേ ഇരുന്നു എന്നുള്ളതാണ്. അതായത് ഇവൻ എന്ത് ചെയ്തു കഴിഞ്ഞാലും അങ്ങ് പ്രോത്സാഹനം കൊടുത്തിട്ടേ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഉമ്മാൻ്റെ നിയന്ത്രണം, ആ ഉമ്മാൻ്റെ നിയന്ത്രണമില്ലാത്തത്, അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ തോന്നിയതുപോലെയുള്ള ജീവിതം, പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാപ്പ എന്ന് പറയുന്ന ഒരു മനുഷ്യന് ബഹുമാനം കൊടുക്കാത്തത്. അതായത് ഉമ്മയാണല്ലോ പറഞ്ഞു കൊടുക്കേണ്ടത്, അത് ബാപ്പയാണ്, ബാപ്പ പറയുന്നത് പോലെ ചെയ്യണം, ബാപ്പ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് കഷ്ടപ്പെടുന്നത്, അവിടെ ഗൾഫ് രാജ്യത്ത് അന്യരാജ്യത്ത് പോയിട്ട് അയാൾ കഷ്ടപ്പെടുകയാണ് എന്ന് ഉമ്മയാണ് പറഞ്ഞു കൊടുക്കേണ്ടത്. ആ പറഞ്ഞു കൊടുക്കുന്ന ഉമ്മ എന്താണ്, ബാപ്പാനെ ചിലപ്പോൾ കുറ്റം പറഞ്ഞിട്ടുണ്ടാകും. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ കിട്ടാവുന്നിടത്തൊന്നും മുഴുവൻ കടം മേടിച്ചിട്ടുണ്ട്. ഒരു മനുഷ്യന് ജീവിക്കാൻ വേണ്ടിയിട്ട്, അതായത് ഒരു കുടുംബത്തിന് ജീവിക്കാൻ വേണ്ടിയിട്ട് ഇന്നൊരു 15,000 രൂപ എവിടെ പോയി ജോലി ചെയ്താലും കിട്ടും. ഈ അഫാൻ എന്ന് പറയുന്നവനാണെങ്കിൽ 23 വയസ്സായി. ഇവിടെ 20 വയസ്സും 18 വയസ്സും 19 വയസ്സുള്ള കുട്ടികൾ വരെ പണിയെടുത്തിട്ട് പൈസ വീട്ടിൽ കൊണ്ട് കൊടുക്കുന്ന കാലായിന്ന്. അതായത് അവർക്ക് കഴിയുന്ന പണികൾ അവർ ചെയ്തു കൊണ്ട് കൊടുക്കുന്നുണ്ട്. അപ്പം അങ്ങനെയൊക്കെയുള്ള നമ്മുടെ നാട്ടിൽ ഒരു പണിക്കും പോകാതെ 10-23 വയസ്സുള്ള അഫാൻ എന്ന് പറയുന്ന ഇവനെ ഇതുപോലെ വളർത്തിയത് തന്നെ എന്ന് പറഞ്ഞാൽ ഈ ഉമ്മാൻ്റെ എന്താ പറയേണ്ടത്, ഉമ്മാൻ്റെ പ്രശ്നം തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, അവർക്കൊരിക്കലും അതിൽ നിന്നും ഒളിച്ചോടാൻ കഴിയില്ല. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റഹീമിനെ സംബന്ധിച്ചിടത്തോളം അയാളാണെങ്കിലും അതുപോലെ തന്നെയാണ്. അയാളുടെ കടം എന്ന് പറഞ്ഞിട്ട് അയാളാണെങ്കിൽ ഇങ്ങോട്ടൊന്നും അന്വേഷിക്കാണ്ടിരുന്നു. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാമുകീൻ്റെ കയ്യിൽ നിന്ന് വരെ മാല പണയം വെക്കാൻ വേണ്ടി വാങ്ങിച്ചിട്ട് അതും ഈ തന്ത അറിഞ്ഞിട്ടുണ്ട്. എന്നിട്ട് തന്ത പറയുന്നത് എന്താ, ഞാൻ അതിൻ്റെ പൈസ അയച്ചു കൊടുത്തിരിക്കുക, എന്നാൽ പിന്നെ അതൊന്നും വാങ്ങിക്കരുത് മോനെ, അത് തെറ്റാന്നല്ല ഇത് പറഞ്ഞത്. അപ്പോൾ ഇവനിലുള്ള ഈ മാറ്റങ്ങളും കാര്യങ്ങളും ഇവൻ്റെ ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോഴേ ഉമ്മയ്ക്ക് അറിയാമായിരിക്കാം. ഉമ്മയ്ക്ക് അന്ന് അടി കിട്ടിയപ്പോഴും ഉമ്മ വിചാരിച്ചെന്താ, ഞാൻ മാത്രമേ വെട്ടിയിട്ടുണ്ടാവുള്ളൂ, അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞ് ഇനി എൻ്റെ മോനെ ജയിലിലേക്ക് അയക്കാനും കൂടി കഴിയില്ല. അതുകൊണ്ടാണ് ഉമ്മ കുറേ നാളിങ്ങനെ ഉരുണ്ട് കളിച്ചത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഏതായാലും നമുക്ക് അഫാൻ്റെ വിവരങ്ങളുമായിട്ട് വീണ്ടും വരാം. അതായത് അപ്പം അഹേൻ എന്താ സംഭവിക്കുന്നത് നമുക്ക് അറിയണമല്ലോ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. എല്ലാവരും സേഫായിട്ടിരിക്കുക, കാരണം നല്ല മഴയാണ് പെയ്യുന്നത്. അതുപോലെ തന്നെ പല സ്ഥലങ്ങളിലും എന്തൊക്കെയോ പൊട്ടി വീഴുന്നുണ്ട്. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോഡുകളെല്ലാം ഇടിയുന്നുണ്ട്. അപ്പോൾ എല്ലാവരും കെയറായിട്ടിരിക്കുക. നന്ദി, നമസ്കാരം.